ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പല സെഷൻസായിട്ട് നമ്മൾ ചെയ്ത കുണ്ടലിനി യോഗം, ക്രിയായോഗം, അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സമഗ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് പലതും നിഗൂഢമായിട്ടുള്ള വിദ്യകളാണ്, എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ESP പാരാനോർമൽ എപ്പോഴും ഈ രീതിയിലുള്ള യാത്രകൾ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു ഗുരുവിൻ്റെ സാമീപ്യത്തിലാണ് നമ്മളിന്നുള്ളത്. അദ്ദേഹം സ്വീഡൻ ബേസ് ചെയ്തിട്ട് ഭാരതീയ ദർശനങ്ങൾ ലോകത്തെമ്പാടും വളരെ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് സ്കൂൾ ഓഫ് ശാന്തി എന്നുള്ള പേരിൽ യോഗ സ്കൂളും അതുപോലെ തന്നെ കുണ്ടലിനി യോഗ പഠിപ്പിക്കുന്നതുമായ കേന്ദ്രവും നടത്തി വരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത് ആർട്ടിസ്റ്റ് മഹീന്ദ്ര എന്ന് പറയുന്ന വളരെ എന്താ പറയുക, ബിയോണ്ട് വേർഡ്സ്, അങ്ങനെയുള്ള ഒരു വലിയ അത്ഭുത പ്രതിഭയുടെ ഒരു എന്താ പറയുക, ആ ഒരു പാരസ്പര്യത്തിലൂടെ കൂടിയാണ് അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഭാരതീയ ദർശനങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമാണ്, സമഗ്രമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേട്ടറിയാം. ഇപ്പോൾ ഏറ്റവും ആദരവോടുകൂടി CP ശാന്തിപ്രസാദ് എന്ന ഗുരുവിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, നമസ്കാരം. അപ്പോൾ ഭാരതീയ ദർശനങ്ങൾ ഒരേ സമയം തന്നെ പുരാതനവും അതോടൊപ്പം തന്നെ നവീനവുമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഏതൊരു കോണ്ടെക്സ്റ്റിലും നമുക്കതിനെ റാഷണലായിട്ട് സമീപിച്ച് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ ഒരു വലിയ പ്രവാഹമാണ്, ഒഴുക്കാണ്. അപ്പോൾ ആധുനിക ശാസ്ത്രം ഇന്ന് എത്തി നിൽക്കുന്നത് അഖണ്ഡബോധ സത്ത എന്ന് പറയുന്നതിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതീയ സങ്കല്പത്തിൽ നിലനിന്നിരുന്ന ഈ അഖണ്ഡബോധ സത്ത എന്ന് പറയുന്നത് നമ്മൾ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ വലിയ ഒരു അറിവ് തന്നെയാണ്, അറിവിൻ്റെ വലിയൊരു പ്രകാശ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്. ഞാനൊരു കഥ പോലെ പറയാം. അതെ അതെ. എനിക്ക് അന്ന് ഒരു 35 വയസ്സാണ്. ഞാൻ ഈ അന്വേഷണം നേരത്തെ തുടങ്ങിയതാണ്. ഹിമാലയൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ മരണം കഴിഞ്ഞു. ഞാനും എൻ്റെ ബ്രദറും പിന്നെ 1-2 സുഹൃത്തുക്കളും കൂടെ ഗോമുഖിലേക്ക് ഒരു യാത്ര പോയി. ആ ഗോമുഖ യാത്ര ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായൊരു യാത്രയായിരുന്നു. ഹാഫ് സീസണിലാണ് പോയത്, മാർച്ചിലാണ് പോയത്. അവിടെ സീസൺ മെയ്യിലേ തുടങ്ങുള്ളൂ. അപ്പം കംപ്ലീറ്റ് മഞ്ഞിനടിയിൽ കിടക്കുക. നമുക്കറിയത്തില്ല, വലിയ വിഷമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പോയി. ആ പോയ വഴിക്ക് ലാൻഡ് സ്ലൈഡ് നിരന്തരമായി വന്നു. 7 ഡെത്ത് ട്രാപ്പ് എന്ന് തന്നെ പറയാവുന്ന സ്ഥലത്തേക്ക് വന്ന് പെട്ടിട്ട് അപ്പോൾ ഒരു ദർശനം പോലെ എന്നാണ് പറയാനായിട്ട്. ഇവിടെ നിന്നോ ഒരു 2 ഷെർപ്പകൾ ആ മലയുടെ മുകളിൽ നിന്ന് ഈ മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. ആകെ കൂടിയുള്ള മനുഷ്യരാണ്, നമുക്കൊന്നും അറിയത്തില്ല. അങ്ങനെ അത് ദൈവത്തിനെ കാണുമ്പോഴാണ് കാണുന്നത്. ആ സന്ദർഭത്തിൽ കണ്ടിട്ട് വേറെ ഒരു മാർഗവുമില്ല. തിരിച്ച് നടന്ന് ഞങ്ങളൊന്ന് പോയി നോക്കി മടങ്ങി വരാമെന്ന് വിചാരിച്ചു. ആ വഴി ഇടിഞ്ഞും പോയി. അപ്പോൾ കടന്ന ഭാഗം ഇടിഞ്ഞും പോയി. ഇനി മുമ്പോട്ടുള്ള ഭാഗം ഓൾറെഡി സ്ലൈഡഡ് ആയി കഴിഞ്ഞു. അപ്പം അതിനിടയ്ക്ക് ഒരു ചെറിയ പാച്ചിൽ ട്രാപ്ഡ് ആയിപ്പോയി. അന്ന് രാത്രി നമ്മൾ താണ്ടത്തില്ല, അടുത്ത ദിവസം രാവിലെ നമ്മൾ ഉണ്ടാകത്തില്ല. അതാ സ്ഥിതി. ആ സമയത്താണ് ഈ 2 ഷെർപ്പുകൾ, വയസ്സായ 2 മനുഷ്യരെ ഇറങ്ങി വരിക. വലിയ ഭാണ്ഡമൊക്കെ ഉണ്ട്. ഈശ്വരനെ കാണുമ്പോൾ കണ്ട് സമർപ്പിച്ച് ഞങ്ങൾക്കൊന്ന് മടങ്ങിപ്പോണം, മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി പറ്റത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു എങ്ങോട്ടാണ് പോകാൻ വന്നതെന്ന്. ഗോമുഖിലേക്കാണ്. ആ മുമ്പോട്ട് പോകാൻ വന്നവർക്ക് പുറമോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ ഈ ഡെത്ത് ട്രാപ്പ് കടത്തുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ
വെറും സമർപ്പണത്തെ മാത്രം ഇവരുടെ കയ്യിൽ തൂങ്ങി പിടിച്ച് നമ്മൾ ആ മരണഘട്ടം താണ്ടുക. അങ്ങനെ അതോടുകൂടി തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു ഈ ലാൻഡ് സ്ലൈഡുകൾ. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഞാൻ അച്ഛൻ്റെ മരണശേഷമാണ് ഈ യാത്ര പോയത്. തിരിച്ചു വന്ന അങ്ങനെ ഒരു ദിവസം അനിയൻ്റെ വീടിൻ്റെ ടെറസിൽ രാത്രി ഇങ്ങനെ മറന്ന് കിടന്ന് ആകാശം നോക്കി കിടക്കുകയായിരുന്നു. ഏതാണ്ട് 1 മണിയായി കാണും. ആ സന്ദർഭത്തിൽ എൻ്റെ സ്ഥിരമായി വരുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദർ ബിഫോർ ദ ബിഗിനിങ് എന്നുള്ളത്. നക്ഷത്രജാലങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നു, നമ്മളും അതിലൊന്നാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ വരുന്ന ചോദ്യമാണ് ഫ്രം വെയർ എന്ന്. അതുവരെ നമ്മൾ കേട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് ഇതിന് ആൻസറായി വന്നുകൊണ്ടിരുന്നത്, ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ. പക്ഷേ അന്ന് രാത്രി ഇങ്ങനെ ചോദിച്ച ഫ്രം വെയർ എന്ന് ചോദിച്ചപ്പം ആൻസർ പെട്ടെന്ന് വന്നു, ഫ്രം ദർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നു, ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഗോസ് ഓൺ ഡേ വേർ വിൽ ഇറ്റ് ഗോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിൽ നിന്ന് വരിക, ഫ്രം ദർ ഇറ്റ് സെൽഫ്. അതിൽ നിന്ന് തന്നെ വരുന്നു, അവിടേക്ക് തന്നെ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, there is something which never comes, never goes, always there. ആ എംപ്റ്റിനെസ് അത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. മേഘമായിട്ടും ആകാശമായിട്ടും ഒക്കെ കാണുക, നക്ഷത്രങ്ങളായിട്ടും മറ്റുമൊക്കെ. പക്ഷെ അത് ഉണ്ടാകുന്നതും അത് നിലനിൽക്കുന്നതും ഒക്കെ അതിന് പുറകിൽ നിൽക്കുന്ന ഒരു ബേസെന്ന് പോലും പറയാൻ പറ്റാത്ത, ഒന്നുമില്ലാത്ത പരമമായ, എന്നാൽ എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അപാരമായ ശൂന്യതയെന്നും പറയാൻ പറ്റില്ല. കാരണം ശൂന്യതയൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ അപാരമായ ആ എക്സ്പാൻസിൽ നിന്ന് ആണ് ഈ സർവ്വതം ഉണ്ടായതെന്ന് ആ മുഹൂർത്തത്തിൽ മനസ്സിലാകുന്നത് പോലെ അനുഭവപ്പെടുക. അത് ആ അനുഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക ആ ശൂന്യത. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയിലേക്ക് ഒരു സൂത്തിങ് ഒരു ബ്രീസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അത് ചെവിയിൽ തുടങ്ങിയ ആ സെൻസേഷൻ ബോഡി മുഴുവനും വ്യാപിച്ചു. എന്നിട്ട് അത് ഒരു എത്രിയൽ പ്ലാനിലോട്ട് അങ്ങ് കടന്നിട്ട് ഈ ശൂന്യതയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പൾസേഷനാണ് ഞാൻ എന്ന് മനസ്സിലായി. ഈ മഹാശൂന്യതയിൽ നമ്മൾ കാണുന്നില്ലല്ലോ ചുറ്റുപാട് മലർന്ന് കിടക്കുമ്പോൾ, ആകാശം മാത്രമല്ലേ കാണുന്നത്. ആ ആകാശത്തിൽ നമ്മൾ ഒരു പൾസേഷൻ പോലെ, ഞാനെന്ന് പറയുന്നത് ഈ പറയുന്ന മഹാശൂന്യതയുടെ ഹൃദയം പോലെ നിൽക്കുന്ന ഒന്നാണ് മനസ്സിലായി. ഒരു പൾസേഷനുണ്ട്. ഇങ്ങനെ ഒരു പൾസേഷനാണ് എന്നെ ഉണ്ടാക്കിയതും ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചതും എന്ന് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ബ്രീസ്, മന്ദമാരുതൻ എന്നൊക്കെ പറയുന്നത്, ഈ സാധനം നമ്മുടെ ശരീരത്തിനകത്തൂടെ കടന്നു പോവുക. ഒരു പ്രത്യേക അനുഭൂതിയാണ്. മറ്റേതങ്ങനെയല്ല, കാറ്റ് പുറത്തടിച്ച് പോകുന്നു. ഇതങ്ങനെയല്ല. ആ വരുന്ന ചെറിയ ഇളം കാറ്റ് നമ്മുടെ ശരീരത്തിനകത്തൂടെ പിയേഴ്സ് ചെയ്തങ്ങ് പോവുക. പിയേഴ്സ് എന്ന വാക്ക് അവിടെ ശരിയല്ല, കടന്നു പോവുക. അത് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. ട്രാൻസിറ്റ് എന്നൊക്കെ. ട്രാൻസിറ്റ്. അപ്പൊ നമ്മളൊന്നുമില്ല, ശരീരമല്ല എന്നത് ബോധ്യമാവുക. ഒന്നിനും തടസ്സവുമല്ല. ഞാനെന്ന് പറയുന്നത് ഒന്നിനും തടസ്സമല്ല. ഞാനെന്ന് പറയുന്നത് ഈ ഒരു പൾസേഷനാണ്. ആ പൾസേഷൻ ഇതിലേക്ക് തന്നെ ലയിച്ച് ചേരാൻ ഒരു പ്രയാസവുമില്ല. ഈ പൾസേഷൻ എപ്പോൾ നിൽക്കുമോ അപ്പം ലയനം നടക്കും എന്നത് തെളിഞ്ഞു. ആ തെളിഞ്ഞ് ഒരു എത്രയോ നേരം ഇങ്ങനെ പോയി കാണണം. പക്ഷേ ഇത് 1 മണിക്ക് തുടങ്ങിയ ഈ കാര്യം ഞാൻ ഒന്ന് കുളിക്കണമെന്ന് എനിക്ക് തോന്നി. അവസാനത്തെ ഒരു തോട്ടുമില്ല മനസ്സിൽ. ഇങ്ങനെ കുളിക്കാൻ പോയി വെള്ളം ഷവർ തുറന്നിങ്ങനെ വിടുമ്പോൾ ഈ വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഫോം ആർജിക്കുകയാണെന്ന് കണ്ടു. അതുവരെ കണ്ടിട്ടില്ല. എന്നും കുളിക്കുന്നു. ഈ വരുന്ന വെള്ളം, നമ്മുടെ ദേഹത്ത് വീഴുന്ന വെള്ളം നമ്മുടെ ഫോം ആർജിച്ച് അതങ്ങ് മറന്നു പോവുക. അതങ്ങനെ മനസ്സിലായപ്പോഴത്തേക്കും ഈ വെള്ളം നമ്മുടെ ശരീരത്തിനകത്തൂടെയും പോവുകയാണെന്ന് മനസ്സിലായി, അനുഭവപ്പെടുക. വെള്ളത്തിന് എൻ്റെ ശരീരം ഒരു തടസ്സമല്ല ഒഴുകാൻ എന്ന് മനസ്സിലായി. അങ്ങനെ ഈ പ്രകൃതിയിലുള്ള എല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളല്ല, ഒന്നിൻ്റെ തന്നെ ചില ആവിഷ്കാരങ്ങളാണ് എന്നത് പരിപൂർണമായി മനസ്സിലായി അവിടെ. അപ്പോൾ ആ സ്ഥലത്ത് നിന്നിട്ട് മടങ്ങി നമ്മുടെ അറിവിലേക്ക്, അപ്പോൾ അന്നങ്ങനെ കടന്നു. രാവിലെ വരെ പോയി.
രാവിലെ സൂര്യൻ വന്നപ്പോഴും ഇതേ അനുഭവം. ഈ സൂര്യൻ്റെ പ്രകാശം നമ്മളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുക, ഒന്നിനും തടസ്സമല്ലാതെ ഇങ്ങനെ ഈ സത്യമായിട്ട് അങ്ങ് നിൽക്കും പോലെ. നാശമില്ലാത്തൊരു സത്യമാണ് ഞാനൊന്ന് പരിപൂർണമായിട്ട് സംശയരഹിതമായി മനസ്സിലായി. അതൊരു അവേക്കനിങ് പോലത്തെ ഒരു സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതായിരിക്കാം. ഏതായാലും ആ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണുന്ന പ്രകൃതി എന്ന് പറയുന്നത് ഒരു തടസ്സമില്ലാത്തൊരു കാര്യമാണ്. ഈ പ്രകൃതി ഒന്ന് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഇത് പലതല്ല. ഇത് നമ്മളായ പ്രകൃതി, നമ്മളിൽ നിന്ന് പുറത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കുന്ന ഈ പ്രകൃതിയെ നമ്മൾ കാണുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ തോന്നൽ ഒന്ന് മാറിക്കിട്ടിയാൽ, ഈ മുഹൂർത്തത്തിൽ അതില്ല, ഞാൻ പറഞ്ഞ അനുഭവം മാറിക്കിട്ടിയാൽ ഞാൻ രണ്ടല്ലല്ലോ, ഞാൻ ഒന്ന് തന്നെയാണ് എന്നുള്ളത് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ അവിടെ നിന്നാണെന്നാൽ ഈ തുടക്കം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളത് അതൊരു ചെറിയ പൾസേഷൻ പോലെയാണ്. അപ്പോൾ ആ പൾസേഷൻ എന്ന് പറയുന്നത് ഈ അനന്തമായ ശൂന്യതയിൽ ഒന്നുമില്ലാതിരിക്കെ ഒരു ചെറിയ പൾസേഷൻ സംഭവിക്കുമ്പോൾ ആ പൾസേഷൻ പ്രകൃതിയുടെ ആകെ പൾസേഷനായി മാറുക, വേറൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് അനങ്ങാനുള്ള ത്വര ഉണ്ടാവാതെ ഇതെങ്ങനെ അനങ്ങും, ഇല്ലേ? അപ്പോൾ അത് അനങ്ങാനുള്ള ത്വര, അതായത് അനങ്ങാനുള്ള നോളജോ ആ ഒരു ത്വര അതിനകത്ത് കിടപ്പുണ്ട്. അനക്കം എന്ന പ്രതിഭാസവും അതിനോടൊപ്പം നിൽപ്പുണ്ട്. ഈ അനക്കം നിൽക്കുന്ന കാര്യവും അതിനകത്ത് എംബഡഡാണ്. അപ്പോൾ ഉണ്ടാവുക, നിലനിൽക്കുക, അത് പിന്നെ വിഡ്രോ ചെയ്യുക, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഈ ബേസിനെ നമ്മൾ അഖണ്ഡമായ ബോധം എന്ന് പറയും. ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ്. അത് രണ്ടല്ല, അതൊന്നാണ്. എന്നാൽ പ്രകൃതിയുടെ ഉൽപ്പത്തി ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ടെന്നുള്ള തോന്നൽ അതിനോടൊപ്പം തന്നെ ഇരിക്കുന്നു. അതൊരു ഏതോ ഇംബാലൻസിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഇംബാലൻസ് എപ്പോൾ സെറ്റിൽ ചെയ്ത് ബാലൻസ്ഡ് ആകുമോ അപ്പോൾ ഈ ശൂന്യതയിലേക്ക് വീണ്ടും മറയുകയാണ്. ഇത് തന്നെയാണ് ഈ പ്രകൃതിയിലുള്ള സർവ്വ കാര്യത്തിൻ്റെ അടിസ്ഥാനം എന്നത് അനുഭവത്തിലൂടെയും നമ്മുടെ റിയലൈസേഷൻ പോലത്തെ ഒരു കാര്യമാണ്. ആ വാക്കൊക്കെ പറഞ്ഞ ഒരു മോശപ്പെട്ട വാക്ക്, അത് വല്ലാതൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, അത് ഇത് സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളെന്ന് പറയുമല്ലോ, അതാണ് ഈ സത്യം. ഇതിനെ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കുകയോ കാണുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഇൻഡിവിജ്വലിൻ്റെ ആവശ്യാർത്ഥം അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ ബേസിസിൽ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു അനുഭവത്തിൽ വന്നാൽ അത് പോകുന്ന കാര്യമേ അല്ല. ഇതെപ്പോഴും നിൽക്കുന്ന ഒരു സത്യമാണ്. നമുക്കതിന് സംശയമില്ല. ആ സത്യത്തിനെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ആചാര്യന്മാരുടെ വചനങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരിത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ സാംഖ്യശാസ്ത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാമല്ലോ, ഉൽപ്പത്തി ഈ ത്രിഗുണങ്ങളിൽ നിന്നാണ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ക്ലാരിറ്റി, ലൈറ്റ്, നോളജ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് നമ്മുടെ സത്വഗുണം. ആ സത്വഗുണത്തിൽ നിന്ന് പാഷൻ ആൻഡ് ആക്ടിവിറ്റി ഉണ്ടായി, രജസ് ഉണ്ടായി. രജസിൽ നിന്ന് തമസുണ്ടായി, വിഡ്രോയൽ, ലതാർജി, സ്ലീപ്പ്, ഡാർക്ക്നെസ്, ഇഗ്നോറൻസ് എന്ന് പറഞ്ഞ ഇതുണ്ടായി. ഇതൊരു ഇംബാലൻസിൽ നിന്നുണ്ടായതാണ്. ആ ഇംബാലൻസ് കറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ ക്വാളിറ്റി തന്നെ അവിടെ ഇല്ലാതാണ് എന്ന് പറയും. പിന്നെ ബാക്കി ശേഷിക്കുന്നത് ഈ മഹാശൂന്യത തന്നെയാണ്. ആ ശൂന്യത തന്നെയാണ് നമ്മൾ. ഇനി ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു സെല്ലെടുക്കാം. മില്യൻസ് ഓഫ് റിയാക്ഷൻസ് ഈ സെല്ലിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മുഹൂർത്തത്തിലും. ഇനി സെല്ലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ആറ്റത്തിലേക്ക് കടക്കാം. അവിടെയും കുറേ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആറ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളിലേക്ക് നമ്മൾ കിടക്കുക. അവിടെ നിന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്, ഈ പാർട്ടിക്കിൾ എവിടെ ഉണ്ടായി? എങ്ങനെയാണെന്നല്ല, എവിടെ സംഭവിക്കുന്നു? അത് ഈ പറഞ്ഞ ശൂന്യതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക.
ഈ പാർട്ടിക്കിൾ എപ്പോഴെങ്കിലും സീസ് ചെയ്യുമെങ്കിൽ, ഉം. അതിൻ്റെ പ്രവർത്തനം മാറുമെങ്കിൽ ഉം. ഇതെവിടെയാ മാറും? ഉം. ആ പരമമായ മഹാശൂന്യത ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ലയിക്കുന്നു. ഉം. ലയിച്ചാൽ ഉം. അപ്പം ഇതാണ് ഇതിൻ്റെ പരമമായ സത്യം. ഉം. 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 ഇതിനെ നമുക്ക് ശാസ്ത്രത്തിൽ വ്യക്തമായവർ കാണാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതെ. നമ്മുടെ മഹാ ആചാര്യന്മാർ അവരനുഭവത്തിലൂടെ ഇത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ദർശനങ്ങളിലൂടെ. ദർശനങ്ങളിലൂടെ അവർ പറയുകയും ചെയ്തു, ശരി. മനസ്സിലാക്കി പറഞ്ഞു. അതെ. അപ്പം ഇത് അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. അല്ല.